ഒരാൾക്ക് കോട്ടുവ വന്നാൽ അടുത്തുള്ളയാൾക്കും കോട്ടുവ വരുന്നത് സാധാരണയാണ്. ഇതിന് കാരണം എന്തെന്നറിയാമോ? വിവിധ വിശദീകരണങ്ങൾ ഇതിന് പുറകിലുണ്ട്. യാണിങ് അഥവാ കോട്ടുവ വരുന്നത് ഒരു സാധാരണ പ്രക്രിയയാണ്. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഇതുണ്ടാകാം. പലരും ഉറക്കം വരുന്നത് കാരണവും ഇതല്ലെങ്കിൽ അലസത കാരണവുമെല്ലാമാണ് കോട്ടുവ വരുന്നതെന്ന് പൊതുവെ കരുതാറുണ്ട്. ക്ലാസുകളിൽ കുട്ടികൾ കോട്ടുവ വിടുന്നത് കാണുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് പൊതുവെ നാം കരുതാറുണ്ട്. ആരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോട്ടുവ വിടുന്നത് മറ്റേയാൾ പറയുന്നതിനുള്ള ശ്രദ്ധക്കുറവ് എന്നതുപോലുള്ള തോന്നലുകളും ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ വാസ്തവത്തിൽ യാണിങ് അഥവാ കോട്ടുവ എന്നത് ഇത്തരത്തിലെ നിർവചനങ്ങൾ നൽകേണ്ട ഒന്നല്ല. കോട്ടുവ അഥവാ യാണിങ് എന്നത് നമ്മുടെ ശരീരം വിജിലന്റായി നിർത്തുന്നതിന് ശരീരം സ്വീകരിക്കുന്ന ഒന്നാണ്. അതായത് നമ്മെ ജാഗരൂകരാക്കുന്നതിന് ബ്രെയിൻ നൽകുന്ന ഒരു സന്ദേശമായി ഇതിനെ കാണാം. കോട്ടുവ വരുമ്പോൾ വാതുറന്ന് നാം മാക്സിമം ഓക്സിജൻ അകത്താകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തും പോകുന്നു. ഇത് തലച്ചോറ് തണുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയയായും കണക്കാക്കാം. കാരണം കോട്ടുവ ഇടുമ്പോൾ മുഖത്തെ മസിലുകൾ റിലാക്സ് ചെയ്യുന്നു. ഇത് നാഡികൾക്ക് റിലാക്സേഷൻ നൽകുന്നു. ഇതുപോലെ വായു കൂടുതൽ ഉള്ളിലെത്തുമ്പോൾ ശരീരം തണുക്കുകയും ചെയ്യുന്നു. നാം ശ്രദ്ധിച്ചു കാണും, ഒരാൾ കോട്ടുവ ഇട്ടാൽ സമീപത്തുള്ളവർക്കും കോട്ടുവ വരുന്നത്. ഇതിന് കാരണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്നത് തന്നെയാണ്. ശരീരം അല്പം വിജിലന്റാക്കി നിർത്താൻ വേണ്ടി തന്നെയാണ് ഒരാൾ കോട്ടുവ ഇടുമ്പോൾ അടുത്തയാൾക്കും ഇത് വരുന്നതെന്നാണ് മറ്റൊരു വിശദീകരണം. ചിമ്പാൻസികളിലും നായ്ക്കളിലും ഇതേപോലെ കോട്ടുവ വരുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ ചെയ്യുന്നത് അനുകരിക്കുന്ന സൈക്കോളജിക്കൽ പ്രക്രിയയായും ഇതിന് വിശദീകരണമുണ്ട്. ഇതിന് മറ്റൊരു സൈക്കോളജി കൂടി പറയുന്നു. നമുക്ക് കൂടുതൽ അടുപ്പമുള്ളവർക്ക് കോട്ടുവ വന്നാൽ നമുക്കും അത് വരാനുള്ള സാധ്യതയേറെയാണ്. അതായത് നമ്മുടെ സാന്നിധ്യത്തിൽ കോട്ടുവ വന്നാൽ, ഉദാഹരണത്തിന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് കോട്ടുവ വന്നാൽ മറ്റൊരാൾക്കും വരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു അപരിചിതന് കോട്ടുവ വന്നാൽ നമുക്കും അതേ കോട്ടുവ വരാൻ സാധ്യത കുടുംബാംഗം അടുപ്പമുള്ളയാൾ എന്നതിനേക്കാൾ കുറവുമാണ്. ഇതിനാൽ ഇത് ഒരു എംപതി എന്ന രീതിയിലും ചില തിയറികൾ പ്രകാരം കണക്കാക്കപ്പെടുന്നു. ആരോഗ്യകരമായ തലച്ചോറിന്റെ ഒരു അടയാളം കൂടിയാണ് കോട്ടുവ വരുന്നത്. തലച്ചോറ് വളർച്ചയ്ക്ക് പ്രശ്നമുള്ളവർക്ക് ഇത്തരം പ്രക്രിയ കുറവാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇതിന് ക്ഷീണവുമായി ബന്ധപ്പെടുത്തിയും വിശദീകരണമുണ്ട്. നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭ്യമാക്കി ഉന്മേഷം തരുന്നതിന് കോട്ടുവായിലൂടെ ശരീരത്തിൽ കൂടുതലായി എത്തുന്ന വായു സഹായിക്കുന്നു. മാത്രമല്ല ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത് ശരീരത്തിനും തലച്ചോറിനും ഗുണകരമാകുന്നു.